ശ്രീധേട്ട, സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു മാറ്റം സഞ്ജുവിന്റെ കരിയറിനെ ബാധിക്കുക? സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ ഏറ്റവും കരിയർ ബ്രേക്കാണ് ഈ ചെന്നൈയിലേക്കുള്ള കടന്നുവരവെന്ന് തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ സഞ്ജുവിൻ്റെ കരിയറിലൊക്കെ വളരെ മികച്ച നേട്ടങ്ങളുള്ള കളിക്കാരനാണ്, ഇന്ത്യൻ ടീമിലെ ഒരു മികച്ച കളിക്കാരനാണ്. അതുപോലെ തന്നെ രാജസ്ഥാനിലെ റോയൽസിൻ്റെ ക്യാപ്റ്റനായിട്ടും IPL വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു കളിക്കാരൻ തന്നെയാണ്. പക്ഷേ ഈ ചെന്നൈയിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ചെന്നൈ പോലൊരു ഹെവി വെയ്റ്റ് IPL ഫ്രാഞ്ചൈസിയുടെ ഭാഗമാവുകയാണ് സഞ്ജു. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് രാജ്യം മുഴുവൻ ഫാൻ ബേസ് ഉള്ള ഒരു IPL ടീമിൻ്റെ ഭാഗമാകുന്നു. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള കുറച്ചുകൂടി സഞ്ജുവിൻ്റെ കളികൾ ശ്രദ്ധിക്കപ്പെടും. വളരെ പെട്ടെന്ന് തഴയാൻ കഴിയില്ല. ഇപ്പോൾ IPL വളരെ ഭംഗിയായി പെർഫോം ചെയ്യുകയാണെങ്കിൽ സഞ്ജുവിനെ തഴയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് സെലക്ടർമാരെത്തും. കാരണം എന്ന് പറഞ്ഞാൽ ചെന്നൈയുടെ ഒരു ഫാൻ ബേസ് ആയിരുന്നാലും അതുപോലെ തന്നെ ഫ്രാഞ്ചൈസിയുടെ വലിപ്പമായിരുന്നാലും അതെല്ലാം അത്രയും വലുതാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു മാറ്റമാണ് ഈ IPL ടീമിലേക്കുള്ള കടന്നുവരവെന്ന് തന്നെ പറയാം. രാജസ്ഥാനിലെ സഞ്ജു ക്യാപ്റ്റൻ പൊസിഷനിൽ നിന്നെയാണ്. അപ്പോൾ ഇനി ഇങ്ങോട്ട് ചെന്നൈയിലോട്ട് വരുമ്പോഴത്തേക്കും ഏത് തരത്തിലായിരിക്കും? ഇപ്പോൾ കീപ്പറായിട്ട് ധോണി നിലവിലുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും സഞ്ജുവിൻ്റെ പ്ലേ മുമ്പോട്ട്? സഞ്ജു ചെന്നൈയിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റനായിട്ട് ഋതുരാജ് ഗെയ്ക്വാദിനെ അവർ ഓൾറെഡി തന്നെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ബാറ്റ്സ്മാനായിട്ടാണ് ചെന്നൈ ടീമിലേക്ക് സഞ്ജുവിനെ കൊണ്ടുവരുന്നത്. അതും 18 കോടിയോളം രൂപ വാർഷിക വേതനം കൊടുത്താണ് സഞ്ജുവിനെ കൊടുക്കുന്നത്. ഇത്രയും വലിയൊരു എമൗണ്ട് കൊണ്ടുവരുന്നത് തന്നെ ചെന്നൈക്ക് അത് കൃത്യമായ ഒരു ലോങ് പ്ലാനാണ് സഞ്ജുവിനെ പറ്റിയുള്ളത്. ഈ സീസണിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത സീസണിൽ സഞ്ജുവിനെ നമുക്ക് മഞ്ഞക്കുപ്പായത്തിൽ ക്യാപ്റ്റനായിട്ട് തന്നെ കാണാം. പിന്നെ അതൊരു സഞ്ജുവിൻ്റെ വരാൻ പോകുന്ന ഒരു നേട്ടമായിട്ട് പിന്നീട് കണ്ടാൽ മതി. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്നത് സഞ്ജു ആരുടെ കൂടെയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സഞ്ജുവിനെ പോലെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ വന്ന് കളിക്കാൻ പോകുന്നത് MS ധോണിയെ പോലെ ഒരു ലെജൻഡിൻ്റെ ഒപ്പമാണ്. അത് സ്വാഭാവികമായും സഞ്ജുവിൻ്റെ വിക്കറ്റ് കീപ്പിംഗ് സ്കിൽസിനെ അതുപോലെ തന്നെ ബാറ്റിങ്ങിനെ ഇതിനെല്ലാം വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കും. അതുപോലെ തന്നെ ചെന്നൈയുടെ ബാക്ക് സപ്പോർട്ട് ടീം, കോച്ച് അടക്കമുള്ള സപ്പോർട്ടിംഗ് ടീംസ് അത് വളരെ മികച്ച നിലവാരത്തിലുള്ളതാണ്. പലപ്പോഴും ധോണി അടക്കമുള്ള വളരെ പ്രായമേറിയ കളിക്കാരാണ് കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വയസ്സൻ പടയാണ് എന്നൊക്കെ പറഞ്ഞ് ചെന്നൈ എഴുതള്ളാറുണ്ട്. പക്ഷേ ധോണി അടക്കം ചെന്നൈയുടെ ആദ്യം മുതൽ അവസാനം വരെ കളിക്കുകയാണ്. അത്രയ്ക്കുള്ള ഒരു സപ്പോർട്ടിംഗ് ടീമാണ് ചെന്നൈക്കുള്ളത്. അങ്ങനെയുള്ള ഒരു ടീമിനൊപ്പമാണ് സഞ്ജു വന്ന് ചേരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലിയിൽ, ബാറ്റിംഗ് ടെക്നിക്സിൽ, കീപ്പിംഗ് സ്കിൽസിൽ ഇതെല്ലാം വളരെയധികം സ്വാധീനം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. ഇന്നിപ്പം നമ്മൾ കീപ്പിങ്ങിൻ്റെ കാര്യം മാത്രം എടുത്താൽ ലോകത്തെ ഏറ്റവും മികച്ച കീപ്പറാണ് ധോണിയുടെ ആക്യുറസിയും അതുപോലെ തന്നെ ടാലൻറ്റും ഉള്ള വളരെ ചിലപ്പോൾ 1-2 കീപ്പർമാരുണ്ടായിരിക്കാം. അപ്പോൾ ആ ടീമിലേക്ക് സഞ്ജു എത്തുമ്പോൾ സഞ്ജുവിൻ്റെ കീപ്പിംഗ് ശൈലിയിൽ ഒരുപാട് മാറ്റം വരാം, ഒരുപാട് സ്കിൽസിൽ മാറ്റം വരാം. കാരണം കൃത്യമായൊരു സൂപ്പർവിഷൻ കൊടുക്കാൻ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കളിക്കാരൻ ഇരിക്കുകയാണ് ധോണിയെ പോലെ. പിന്നെ അതുപോലെ ബാറ്റിങ്ങിൻ്റെ തന്നെ സഞ്ജു ആണെങ്കിലും വളരെ ഹാർഡ് ഹിറ്ററായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരാളാണ്. വളരെ തകർത്ത് ആക്രമിച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കളിക്കാരനാണ്. ആ ഒരു ശൈലിയിലേക്ക് ധോണിക്ക് ഒരുപാട് സഞ്ജുവിനെ നയിക്കാൻ കഴിയും. പിന്നെ അതിൻ്റെ വേറൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ ചെന്നൈയുടെ ബാറ്റിംഗ് ലൈനപ്പാണ്. ഇപ്പം നിലവിൽ തന്നെ ടീമിലുള്ളത് ഉള്ള ബാറ്റ്സ്മാൻമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധോണി വരെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന സഞ്ജുവിന് വളരെ അനായാസം കളിക്കാം, ഒരു സമ്മർദ്ദവും ഇല്ലാതെ കളിക്കാം. അതുപോലെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സമ്മർദ്ദവും സഞ്ജുവിൽ നിന്ന് ഒഴിവാക്കി നിൽക്കുന്നു. അതിന് സഞ്ജുവിന് പെർഫോം ചെയ്യാനും നന്നായി എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു മാറ്റമായിരിക്കും ചെന്നൈയിലെ നിന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ സഞ്ജു സാംസണ് രാജസ്ഥാൻ്റെ ഒരു ടീം ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫാൻ ബേസ് ഇനി ചെന്നൈയിലോട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് അത് നഷ്ടപ്പെടുമോ രാജസ്ഥാനിൽ ആ ഒരു ഫാൻ ബേസ്? അല്ല, സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഫാൻ ബേസ് ഒന്നും നഷ്ടപ്പെടുത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു ഒരു മലയാളി എന്നുള്ള നിലയിൽ കേരളത്തിൽ മൊത്തം ഒരു വികാരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സഞ്ജു രാജസ്ഥാൻ ടീമിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മലയാളികൾ രാജസ്ഥാൻ ടീമിനെ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ രാജസ്ഥാൻ ടീമിനെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന വേറെ ഒരു ഘടകവും ഉണ്ടെന്ന് തോന്നുന്നില്ല. സഞ്ജു തന്നെയാണ് മെയിൻ ഫാക്ടർ. സഞ്ജു ചെന്നൈയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ ടീമിനൊപ്പമാണ് സഞ്ജു ചേരുന്നത്. ഇപ്പോൾ സഞ്ജു ഉള്ളത് കൊണ്ട് രാജസ്ഥാനെ ഇഷ്ടപ്പെടുന്നവരുള്ളത് പോലെ തന്നെ ചെന്നൈ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ധോണി ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഒരു സൗത്ത് ഇന്ത്യൻ ടീം ആയതുകൊണ്ടും ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ ആ സ്ഥാനത്തേക്കാണ് സഞ്ജു വരുന്നത്. അപ്പോൾ ആ സഞ്ജുവും കൂടി വരുമ്പോൾ ചെന്നൈയുടെ ഫാൻ ബേസ് കൂടും. ചെന്നൈ ടീമിൻ്റെ ഫാൻ സഞ്ജുവിൻ്റെയും കൂടി ഫാനാവും. അതുകൊണ്ട് തന്നെ ഫാൻ ബേസിലൊന്നും ഒരു കുറവും ഉണ്ടാകത്തില്ല, അത് കൂടുന്നെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഫിസിൽ ബോർഡ് എന്ന് പറഞ്ഞ സംഘം ഇനി സഞ്ജുവിന് വേണ്ടിയും ആർത്തലയ്ക്കും ചെപ്പോക്കിലെല്ലാം ഇത് തന്നെയായിരിക്കും കാണാൻ പോകുന്നതും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലെല്ലാം കാണുന്ന
പറയുന്ന ആ ഒരു തരംഗം അത് തന്നെയാണ്. അത് സ്വാഭാവികമായും ഗ്രൗണ്ടിലും സഞ്ജുവിന് ലഭിക്കും. സഞ്ജുവിന് അത് വലിയ ഗുണം ചെയ്യുമെന്നാണ് കരുതേണ്ടത്. സഞ്ജു സാംസൺ നിലവിൽ ഇന്ത്യൻ ടീമിലും രാജസ്ഥാനിലും ഒക്കെ മധ്യനിരയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡറിലോട്ടുള്ള ഒരു മാറ്റം അത് എങ്ങനെയായിരിക്കും സഞ്ജുവിന്റെ കരിയറിനെ ബാധിക്കുക? അല്ല, സഞ്ജുവിൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ സഞ്ജു വളരെ ആസ്വദിച്ച് കളിച്ചിട്ടുള്ളതെല്ലാം ഓപ്പണറായി ഇറങ്ങിയിട്ടാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ ഓപ്പണർ ആ റേഞ്ചിൽ കളിക്കുന്നതിനാണ് സഞ്ജുവിനോട് താല്പര്യം. ടീമിൻ്റെ നിലവാരത്തിന്, ടീമിൻ്റെ ആവശ്യകതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ടീമിലാണെങ്കിലും രാജസ്ഥാൻ ടീമിലാണെങ്കിലും എല്ലാം മധ്യനിരയിൽ കളിക്കേണ്ടി വരുന്നത്. അത് സഞ്ജുവിൻ്റെ സ്വാഭാവിക ശൈലിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനത്തിന് അതൊരു തടസ്സം തന്നെയാണ്, തടസ്സമാവുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ചെന്നൈയിലേക്ക് വരുമ്പോൾ അതല്ല സ്ഥിതി. ചെന്നൈയിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് വളരെ ഫ്രീ ആയി ഓപ്പണറായിട്ടാണ് അവർ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഋജുരാജ് ഗെയ്ക്വാദ് ആയിരിക്കും സഞ്ജുവിനൊപ്പം ഓപ്പൺ ചെയ്യുന്നത്. രണ്ടുപേരും ഒരു രണ്ട് ശൈലിയിൽ ബാറ്റ് ചെയ്യുന്നവരാണ്. സഞ്ജുവിനെ പോലെ ഒരു ഹാർഡ് ഹിറ്റർ ബാറ്റ്സ്മാന് വളരെ ഭംഗിയായി അവിടെ ശോഭിക്കാൻ കഴിയുന്ന ഒരു പൊസിഷനുമാണ്. പിന്നെ അതുപോലെ തന്നെ ബാറ്റിംഗ് ഓർഡറിൽ താഴോട്ടുള്ള ഡെപ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെന്നൈയുടെ ഒരു ഡെപ്ത് ഉണ്ട്. ആ ഡെപ്തും കൂടി വരുമ്പോൾ സഞ്ജുവിന് ഓപ്പണിംഗ് സ്ഥാനത്ത് നല്ല ഭംഗിയായി തിളങ്ങാൻ കഴിയും. ചെന്നൈയുടെ ഏറ്റവും വലിയ ഒരു സഞ്ജുവിലേക്ക് എത്താനുള്ള പ്രധാന കാരണവും ഈ ഓപ്പണറായി കളിക്കാവുന്ന വളരെ ഫാൻ ബേസ് ഉള്ള ടാലൻ്റുള്ള ഒരു കളിക്കാരൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റായി സഞ്ജുവിനെ എടുത്തേക്കുന്നത്. ആ ഒരു നിലവാരത്തിലേക്ക് ചിലപ്പോൾ IPL അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് മാത്രമായിരിക്കില്ല, IPL ഒരു വലിയ വണ്ടറായിരിക്കാം സഞ്ജു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും മികച്ച പ്രകടനത്തിനുള്ള സാധ്യതയുണ്ട്. കാരണം ചെന്നൈ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ടീമാണ്. അപ്പോൾ ഹോം ഗ്രൗണ്ട് കൂടുതൽ സൗത്ത് ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ സഞ്ജുവിന് കൂടുതൽ കളി സൗത്ത് ഇന്ത്യയിൽ കിട്ടും. കളിച്ച് ശീലിച്ച ഒരു കാലാവസ്ഥയിൽ കളിക്കാം. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ സഞ്ജുവിന് ഈ സീസണിലേക്ക് ചെന്നൈയിലേക്ക് മാറിയതിലൂടെ അനുകൂലമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് അടുത്ത സീസണിൽ കുറച്ചുകൂടി ഏറെ നിർണായകമാണ്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നിർണായകവുമാണ് ഈ സീസൺ എന്നാണ് നമുക്ക് കരുതേണ്ടത്. പലപ്പോഴും സഞ്ജു ഇന്ത്യൻ ടീമിൽ നിന്നും തഴയപ്പെടുന്നു എന്നുള്ളൊരു വാദം ശക്തമാണ്. അപ്പോൾ ഈ ഒരു പുതിയൊരു മാറ്റം ഇപ്പം ചെന്നൈയിലോട്ട് വരുന്നു, ഇനി മുന്നോട്ട് കിടക്കാൻ പോകുന്ന IPL കളികൾ, അത് സഞ്ജുവിന്റെ ഇന്ത്യൻ കരിയറിന് എങ്ങനെയായിരിക്കും, ഇന്ത്യൻ ടീമുമായിട്ടുള്ള കരിയറിന് എങ്ങനെയായിരിക്കും? സഞ്ജു പലപ്പോഴും ടാലന്റ് കൊണ്ടോ കളിക്കാതെ അല്ലെങ്കിൽ ലഭിച്ച അവസരം മുതലാക്കാൻ കഴിയാത്തത് കൊണ്ടോ ടീമിൽ നിന്ന് തഴയപ്പെടുന്നതല്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ട് തഴയപ്പെടുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ സഞ്ജു പോകുന്നത് KCA പോലെ ഏറ്റവും ദുർബലമായ അതായത് മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷനോ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനോ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനെ പോലെ അത്രയും ശക്തന്മാരല്ല. വളരെ അവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ദുർബലമായ ഒരു ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധിയായിട്ടാണ് സഞ്ജു നിൽക്കുന്നത്. അതിൻ്റെ സ്വാഭാവികമായ ഒരു അവഗണന സഞ്ജുവിന് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് മികച്ച പ്രകടനം ടാലൻറ്റും എല്ലാം കാണിച്ചാലും പലപ്പോഴും സെലക്ടേഴ്സിൽ നിന്ന് ഒരു അവഗണന ഉണ്ടാകുന്നത്. പക്ഷേ സഞ്ജു ചെന്നൈയിൽ കളിക്കാൻ എത്തുമ്പോൾ അതാണ് ഇതിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെന്നൈ ഒരു ബിഗ് ജയൻറ്റ് ഫ്രാഞ്ചൈസിയാണ്. ആ ഫ്രാഞ്ചൈസിയിൽ കളിക്കുന്ന സഞ്ജുവിന് വളരെയധികം സ്വീകാര്യത ലഭിക്കും. അവഗണിക്കാനുള്ള സാധ്യതകൾ കുറയും. ഈ രാജസ്ഥാൻ പോലെ അല്ല ചെന്നൈയുടെ ഓണേഴ്സ് ആണെങ്കിലും നമുക്കറിയാം, അവർക്ക് BCCIയുടെ ഭാരവാഹിയായിരുന്ന ആൾക്കാരാണ് അതിൻ്റെ ഓണേഴ്സായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇനി തഴയുക വളരെ എളുപ്പമല്ല. അതാണ് ഈ ചെന്നൈയിലേക്ക് മാറുമ്പോൾ സഞ്ജുവിൻ്റെ ഭാവിയിലേക്ക് എങ്ങനെ മാറ്റം വരും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം.